നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി INDAA എന്ന സഖ്യത്തിനുള്ളിലാണ് കോൺഗ്രസ് പാർട്ടിയും. എന്തായാലും കോൺഗ്രസ് പാർട്ടി ഈ INDA സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ ആദ്യമായാണ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 300-ന് താഴേക്ക് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ BJP മറുവശത്ത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന എണ്ണം സീറ്റുകളിലായിരിക്കും ഇത്തവണ മത്സരിക്കുക എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. തനിച്ച് 300-ലേറെ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തവണ 450ഓളം സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് നിലവിൽ BJP തീരുമാനിച്ചിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 436 സീറ്റുകളിൽ മത്സരിച്ച BJP 303 സീറ്റുകൾ നേടിക്കൊണ്ടാണ് അധികാരത്തിലേറിയത്. 37.7% വോട്ട് നേടുകയും ചെയ്തിരുന്നു. എന്തായാലും 2019 421 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 11.94% വോട്ടുകൾ മാത്രമാണ് സ്വരൂപിക്കാൻ സാധിച്ചത്. ഇത്തവണ 290 സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ BJP ആവട്ടെ 450-ലധികം സീറ്റുകൾ എന്ന ഒരു ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുകയാണ്. 2019 ബീഹാറിൽ 40-ൽ 17 സീറ്റിലും മഹാരാഷ്ട്രയിലെ 48-ൽ 25 സീറ്റിലും തമിഴകത്താവട്ടെ 39 ലോക്സഭാ സീറ്റിൽ വെറും 5 സീറ്റിൽ മാത്രമാണ് BJP മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് NDAയുടെ ഭാഗമായിരുന്ന മറ്റ് സഖ്യകക്ഷികൾ, അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതിനോടൊപ്പം JDU ഉൾപ്പെടെ മറ്റ് സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. പഞ്ചാബിലാവട്ടെ 13 സീറ്റുകളിൽ 3 മാത്രമാണ് കഴിഞ്ഞ തവണ BJP മത്സരത്തിന് ഇറങ്ങിയത്. ഇത്തവണ ഈ സംസ്ഥാനങ്ങളിൽ സിംഹഭാഗം സീറ്റുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള തീരുമാനമാണ് BJP എടുത്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഷിൻഡെ വിഭാഗത്തിന് കുറച്ചെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് നൽകേണ്ടി വരിക. ബീഹാറിലും തമിഴ്നാട്ടിലും ഒക്കെ ചെറിയ കക്ഷികൾ മാത്രമാണ് ഇപ്പോൾ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വമ്പിച്ച ജനപ്രീതി, അതിനോടൊപ്പം കശ്മീരിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികൾ, ഇനി വരാനിരിക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിന്റെ ചടങ്ങുകൾ, ഇതൊക്കെ തന്നെയും BJPക്ക് വളരെ അധികം പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ 303-ലധികം സീറ്റുകൾ നേടാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം BJPക്ക് ഉണ്ട് താനും. എന്തായാലും ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കുറച്ചെങ്കിലും BJP പിന്നോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിൽ കൂടുതലായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. അങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എന്ന പാർട്ടി അവരുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഏറ്റവും അധികം സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.